ചേട്ടനടുത്ത് വഴക്കുണ്ടാക്കൂ അതോ ചേട്ടനാണോ വഴക്കുണ്ടാക്കുന്നത്? ചേട്ടനും ഞാനും. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഇന്നത്തെ എപ്പിസോഡിൽ പാടാനായി തൻ്റെ അടുത്തൊരു പെർഫോമൻസുമായി ധനശ്രീക്കുട്ടി എത്തുന്നു. ഇവിടെ വരാനൊരു നിമിത്തമായത് മൂത്ത മോനാണ്. ഓഡീഷൻ കഴിഞ്ഞു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ പോയിട്ട് എന്തായി എന്ന് ചോദിച്ചു. സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ട ടെലിവിഷൻ പരിപാടിയാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ആദ്യ 5 സീസണുകൾക്ക് ലഭിച്ച അതേ പിന്തുണ തന്നെയാണ് 6ാം സീസണിലും ടോപ്പ് സിംഗറിന് പ്രേക്ഷകർ നൽകുന്നത്. വിസ്മയകരമായ നിമിഷങ്ങളാണ് 6ാം സീസണിലും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വേദിയിൽ അരങ്ങേറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കിട്ടാൻ ചാൻസ് ഇല്ല. ഇല്ല അമ്മേ, കിട്ടുമോ ഒക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഓഗസ്റ്റ് 9 മോൻ ഞങ്ങളെ വിട്ടു പോയി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മത്സരാർത്ഥികൾക്കൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും വളരെയധികം സ്വീകാര്യതയും വേദി നൽകാറുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടുവേദിയിലെ കൊച്ചു ഗായകർ അനുഭവസ്ഥരായ ഗായകർ ആലപിക്കുന്നത് പോലെ പാട്ടുപാടി പ്രേക്ഷകരുടെയും വിധികർത്താക്കളുടെയും കയ്യടി ഏറ്റുവാങ്ങുന്നത് വേദിയിലെ സ്ഥിരം കാഴ്ചയാണ്. പോകുന്ന എൻ്റെ തലേ ദിവസം എന്നോട് പറഞ്ഞു, ഫ്ലവേഴ്സിൽ വിളിക്കും അമ്മ, അവളെ കൊണ്ടുപോകണേന്ന് പറഞ്ഞു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 വേദിയിൽ തൻ്റെ അനുജത്തി പാടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തി ധനശ്രീയുടെ ചേട്ടൻ. അത് കാണാൻ ഈ സ്റ്റേജിൽ ഇല്ലാതെ പോയതിൻ്റെ വിഷമമാണ് ആ കുടുംബത്തിന്. ആ മകൻ നഷ്ടപ്പെട്ട തീരാവേദന ആ കുടുംബത്തിന് സഹിക്കാൻ കഴിയട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോഴും അവനില്ല. അസാധ്യമായ ആലാപന മികവാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ കുരുന്ന ഗായകർ വേദിയിൽ കാഴ്ചവെക്കാറുള്ളത്. അനുഗ്രഹിക്കപ്പെട്ട ഈ കൊച്ചു പാട്ടുകാരുടെ പ്രകടനത്തിനായി കാത്തിരിക്കുന്ന പ്രേക്ഷക സമൂഹവും ചെറുതല്ല. മലയാളികൾക്ക് പാട്ടിൻ്റെ വസന്തകാലം ഒരുക്കിയ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 6ാം സീസൺ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ്.